2024 എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ചോളം ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് വർഷമായിരുന്നു. കാരണം ഒരുപാട് കിടിലം മൂവീസ്, ഒരുപാട് കിടിലം കണ്ടന്റ്സ്, ഒരുപാട് കിടിലം ബോക്സ് ഓഫീസ് ഹിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഓൾ ഇന്ത്യയിൽ തന്നെ ഒരു ടോക്ക് ഓഫ് ദ ടൗൺ ആയിരുന്നു. അങ്ങനത്തെ ലെവലിലായിരുന്നു മലയാളം ഇൻഡസ്ട്രി തന്നെ മാറിയത് ഈ ഒരു 6 മാസം എന്ന് പറയുന്നത്. മലയാളത്തിൽ നോക്കുവാണെങ്കിൽ തന്നെ ഒരുപാട് കിടിലം മൂവീസ് ഉണ്ടായിരുന്നു. ഇപ്പം മഞ്ഞുമൽ ബോയ്സ്, ആവേശം, ബ്രഹ്മയുഗം, പ്രേമലു, അങ്ങനെ മലയാളം ഇൻഡസ്ട്രി തന്നെ വേറെ ലെവലിൽ കൊണ്ട് എത്തിച്ച മൂവീസാണ്. തിയേറ്ററിലായാൽ പോലും അത്രമാത്രം തിരക്കായിരുന്നു, ഹൗസ്ഫുൾ ഷോസും, അങ്ങനെ ഒരു എന്ത് പറയാ വൺ ഓഫ് ദി ബെസ്റ്റ് ഇയർ തന്നെയായിരുന്നു മലയാള സിനിമയ്ക്ക്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ മലയാളം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഇഷ്യൂസ് കാരണം മലയാളം മൂവീസിനെ അത് അഫക്ട് ചെയ്യാൻ പാടില്ല. ഇനി ഒരുപാട് കിടിലം കണ്ടന്റ്സും ഒരുപാട് കിടിലം മൂവീസ് ഒക്കെ വരാനുള്ളതാണ്. പക്ഷെ അതുപോലെ തന്നെ തമിഴ് ഇൻഡസ്ട്രി നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ഇയർ ഒക്കെ നല്ല ഒരുപാട് കിടിലം മൂവീസും കണ്ടന്റ്സ് ഒക്കെ തന്ന ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷെ അവരുടെ ഒരു ആദ്യത്തെ 6 മാസം എന്ന് പറയുന്ന അത്ര വലിയ സൂപ്പർ സ്റ്റാർസിന്റെ മൂവീസോ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ റിലീസോ അല്ലെങ്കിൽ വലിയൊരു എന്ത് പറയാ സ്റ്റാർഡമുള്ള മൂവീസ് അങ്ങനെയൊന്നുമില്ല. ഒരുപാട് മൂവീസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും സക്സസ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിട്ടുള്ള കുറച്ച് മൂവീസാണ്. അരമനെ 4 ഒക്കെ 100 കോടിയൊക്കെ കയറി. അപ്പോൾ ആലോചിച്ച് നോക്കും, കാരണം അത്ര മൂവീസും കണ്ടന്റ്സ് ഒക്കെ കുറവായിരുന്നു ഈ ആദ്യത്തെ 6 മാസം എന്ന് പറയുന്നത്. പക്ഷെ ശരിക്കും തമിഴ് ഇൻഡസ്ട്രി എന്താണ്, അല്ലെങ്കിൽ തമിഴ് മൂവീസ് എന്താണ്, അവിടുത്തെ സ്റ്റാർഡം, ബോക്സ് ഓഫീസ്, അതൊക്കെ എന്താണെന്ന് അറിയാൻ പോകുന്നത് ഇനി വരുന്ന മാസങ്ങളിലാണ്. കാരണം ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന തമിഴ് ലൈനപ്പ് മൂവീസ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലായിട്ടുള്ള ഒരു മൂവീസാണ്. ചെറിയ ആക്ടേഴ്സിന്റെ ഉണ്ട്, വലിയ സൂപ്പർ സ്റ്റാർസിന്റെ ഉണ്ട്, പാൻ ഇന്ത്യ റിലീസ് ഉണ്ട്, പല തരത്തിലുള്ള ജോണേഴ്സ് ഉണ്ട്, ഫിക്ഷൻ സ്റ്റോറീസ് ഉണ്ട്, സൈഫൈ ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ത്രില്ലർ ഉണ്ട്. അങ്ങനത്തെ ഒരു മിക്സ് ഓഫ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ്സും ഒരുപാട് മൂവീസും അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് തന്നെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന രീതിയിൽ വരാൻ പോകുന്ന മൂവീസാണ് ഇനി അങ്ങോട്ടുള്ളതല്ല. സോ സ്റ്റാർട്ടിംഗ് വിത്ത് തലപതിസ് ഗോഡ്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. തലപതിയുടെ ഫിലിം കരിയറിൽ തന്നെ സെക്കൻഡ് ലാസ്റ്റ് മൂവിയാണ്. ഇതിനുശേഷം ഒരു മൂവിയും കൂടി ഉള്ളൂ. സോ ആഫ്റ്റർ ദാറ്റ് പൊളിറ്റിക്സ് ആണ്. സോ അങ്ങനെ വരുന്ന ഒരു മൂവി ആയിട്ട് തന്നെ ഒരുപാട് ഹൈപ്പ് ഉണ്ട് ഈ മൂവിക്ക്. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ എല്ലാ തിയേറ്റേഴ്സിലും എല്ലാ സ്ക്രീൻസിലും ഏകദേശം 700+ ഷോസ് ഉണ്ട്. ഗോട്ട് മാത്രമാണ്. കേരളത്തിലും എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ്. കാരണം അമ്മാതിരി ഹൈപ്പോടെ വരുന്ന ഒരു മൂവിയാണ്. പക്ഷേ ഇതിന് ട്രെയിലർ ആയാലും ലിറിക്കൽ വീഡിയോസ് ആയാലും അത്ര വലിയൊരു എക്സൈറ്റ്മെന്റ് ഫീൽ ഒന്നും എനിക്ക് തന്നിട്ടില്ല. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. കാരണം ഇതിനു മുമ്പ് വന്നിട്ടുള്ള തലപതിയുടെ മൂവീസ് ഒക്കെ നോക്കുവാണെങ്കിൽ അത്രമാത്രം ഹൈപ്പ് ആയിരിക്കും. കാരണം ട്രെയിലർ പോലും വരേണ്ട ആവശ്യമില്ല. ആ ഒരു ലിറിക്കൽ വീഡിയോ വന്നാലും അപ്ഡേറ്റ്സ് വന്നാലും അമ്മാതിരി ആഘോഷമായിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒന്നും തന്നെ ഈ ഒരു മൂവിക്ക് ഇവിടെ തരാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ നമ്മളെ ലിയോയുടെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ആ ഒരു മൂവിയുടെ അപ്ഡേറ്റ് വന്ന കാലം തൊട്ട് അത്രമാത്രം ഹൈപ്പ് ആയിരുന്നു. ഓരോ അപ്ഡേറ്റും ഭയങ്കര ഡീകോഡിങ്ങും ഭയങ്കര സെലിബ്രേറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഇപ്പോൾ ലിറിക്കൽ വീഡിയോ ആയാലും ആ ഒരു ടീസർ ആയാലും ട്രെയിലർ ആയാലും എല്ലാം വേറെ ലെവലായിരുന്നു. കാരണം അത്രമാത്രം എക്സൈറ്റഡ് ആയിരുന്നു. ആ ഒരു 1 ഇയർ ഫുൾ ലിയോ തന്നെ ആയിരുന്നു ടോക്ക് ഓഫ് ദ ടൗൺ. വേറെ ഒന്നുമില്ല. ആ ലെവൽ ഓഫ് ഹൈപ്പും ആ ലെവൽ ഓഫ് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ലിയോയ്ക്ക്. പക്ഷെ അതിന്റെ ഒരു പകുതി പോലും എനിക്ക് ഗോട്ടിലോട്ടില്ല. ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു മൂവി ഒന്നുമല്ല. ഒരു 300 കോടി പ്ലസിലൊക്കെ വരുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സൈഫൈ മൂവിയാണ്. സോ അങ്ങനെ വരുന്ന മൂവിയാണ്. ആൻഡ് മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്നത് വെങ്കട് പ്രഭുവാണ്. വെങ്കട് പ്രഭുവിന്റെ മൂവീസ് ഒക്കെ നോക്കുവാണെങ്കിൽ എല്ലാം അറിയാം. എല്ലാത്തിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കാണും. സോ അതുപോലെ തന്നെയാണ് ഈ ഒരു മൂവിയിലും ഒരുപാട് പുതിയ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മൂവി വരുന്നത്. പക്ഷെ എന്നിട്ട് പോലും ഒരു ഹൈപ്പോ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ മൂവിക്ക് ഇവിടെ തരാൻ സാധിച്ചിട്ടില്ല. സോ എന്തായാലും മൂവി സെപ്റ്റംബർ 5 റിലീസാണ്. സോ കണ്ടു തന്നെ അറിയാം എന്തായിരിക്കും മൂവി എന്നുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് കങ്കുവ. സൂര്യയുടെ മൂവിയാണ്. ഡയറക്ട് ചെയ്തിരിക്കുന്ന ശിവയാണ്. ശിവയുടെ ഒരു ഡ്രീം പ്രോജക്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 2-3 വർഷമൊക്കെ ടൈം എടുത്ത് വലിയൊരു ലാർജ് സ്കെയിലോ വലിയൊരു ബിഗ് ബഡ്ജറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്. ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ബേബി ഡിയോൾ ആയാലും ദിഷ പട്ടാണി, അങ്ങനെ ബോളിവുഡിൽ നിന്നൊക്കെ ഒരുപാട് ആക്ടേഴ്സ് ഒക്കെ ഉള്ള ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്. ഒരുപാട് ലാംഗ്വേജിലൊക്കെയാണ് റിലീസ് ആകുന്നത്. എനിക്ക് ഏകദേശം ഒരു 10+ ലാംഗ്വേജിലൊക്കെ എന്തോ മൂവി റിലീസ് ആവുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. ആൻഡ് സൂര്യയുടെ കരിയറിൽ തന്നെ ഒരു മൂവി ഇല്ലാത്ത ഒരു വർഷമാണ് ലാസ്റ്റ് വർഷം. സോ അത്രയും ടൈം എടുത്ത് അല്ലെങ്കിൽ ആ ഒരു എൻ്റെ ക്രൂ ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് ഏകദേശം 2-3 വർഷമൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഈ മൂവി ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് എ 2 പാർട്ട് മൂവി. ആദ്യത്തെ മൂവിയാണ് ഇപ്പോൾ റിലീസ് ആവുന്നത്. ആദ്യം എനിക്ക് തോന്നുന്നില്ല ഒരു 2 പാർട്ടായിട്ടാണോ അനൗൺസ് ചെയ്യുന്നത്. ആദ്യം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ റീസെന്റ് ആണ് അങ്ങനെ ഒരു അപ്ഡേറ്റ് വന്ന 2 പാർട്ട് മൂവിയാണ്. പിന്നെ സെക്കൻഡ് പാർട്ട് റിലീസ് ആവുന്നത് ഒരു 2027-26 ആ ഒരു കാലഘട്ടത്തിലായിരിക്കും. ട്രെയിലറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നൈസ് ആയിരുന്നു. പക്ഷെ അതിലും ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ വളരെ കുറവായിരുന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ഒരു മൂവി എന്ന് പറയുന്നത് നമ്മൾ 7ാം അറിവില്ലേ അതുപോലത്തെ ഒരു പാറ്റേൺ ആണ്. ഒരു പീരീഡ് ഫിക്ഷനിലൊക്കെ വരുന്ന ഒരു ക്യാരക്ടർ പിന്നീട് പ്രസന്റിലുള്ള ഒരു ക്യാരക്ടർ. സോ അങ്ങനത്തെ ഒരു മിക്സ് ഓഫ് ആയിട്ട് വന്ന കോൺസെപ്റ്റ് ആണ്. പക്ഷേ ട്രെയിലർ വന്നപ്പോൾ പോലും ആ ഒരു പ്രസന്റ് ഒന്നും കാണിച്ചിട്ടില്ല. ഫുൾ ആ ഒരു പീരീഡ് ബേസ് മാത്രം ആ ഒരു ക്യാരക്ടേഴ്സും അവരുടെ വേൾഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. സോ ഈ ഒരു മൂവി സൂര്യയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് മൂവിയും കൂടിയാണ്. സോ എന്തായാലും ഒക്ടോബറിലാണ് ഈ ഒരു മൂവി റിലീസ് ആവുന്നത്. സോ അതിന്റെ കൂടെ തന്നെ നമ്മളെ സൂപ്പർ സ്റ്റാറിന്റെ മൂവി വേട്ടൻ റിലീസ് ആവുന്നത്. ഡയറക്ട് ചെയ്തിരിക്കുന്ന ജ്ഞാനവേലാണ്. സോ ഈ ഒരു മൂവിയിലും ഒരു വലിയൊരു പാൻ ഇന്ത്യൻ ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ആക്ടേഴ്സ് ഒക്കെ ഉള്ള ഒരു മൂവിയാണ്. ഇപ്പോൾ നമ്മുടെ റാണ റെഗ്പട്ടി, ഫഹദ് ഫാസിൽ, അമിതാഭ് ബച്ചൻ, സൂപ്പർ സ്റ്റാർ. സോ അങ്ങനെ ഒരു വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂ ഉള്ള ഒരു മൂവിയാണ്. ഇതിന്റെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ ഒന്നും വന്നിട്ടില്ല. ഒരു ഗ്ലിംസ് വീഡിയോ അല്ലെങ്കിൽ ടീസർ പോലെ സൂപ്പർ സ്റ്റാറിന്റെ ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു ടിപ്പിക്കൽ സൂപ്പർ സ്റ്റാർ പടം എങ്ങനെയാണോ അതായിരിക്കണം ഈ ഒരു മൂവി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് എ ക്ലാഷ് റിലീസ്. നമ്മളെ കങ്കയുടെ കൂടെയാണ് ക്ലാഷ് റിലീസ് എന്നാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് നമ്മുടെ തലാജിത്തിന്റെ വിടാമുറിച്ചി. ഈ ഒരു മൂവിയും ഒക്ടോബർ ആ ഒരു ടൈമിലാണ്, ഒക്ടോബർ 31 റിലീസ് ആവുന്നത്. ആൻഡ് വന്ന റിപ്പോർട്ട്സ് പ്രകാരം 1997 റിലീസ് ആയത് ഈ ബ്രേക്ക് ഡൗൺ എന്നൊരു മൂവിയുണ്ട്. ഒരു കപ്പിൾസ് ഓട്ടോയിൽ കൂടി പോകുമ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആവും, പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു കിടിലം ആക്ഷൻ മൂവിയാണ്. സോ അതിന്റെ ഒരു ഒഫീഷ്യൽ അഡാപ്റ്റേഷൻ ആയിട്ട് വരുന്ന ഒരു മൂവിയാണ് വിടാമുറിച്ചി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അറിയത്തില്ല. സോ എന്തായാലും ഈ മൂവിനെ കുറിച്ചുള്ള വേറെ അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ടീസറും ട്രെയിലറും അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഒരു മേക്കിംഗ് വീഡിയോ മാത്രം റീസെന്റ് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് കിടിലുമായിരുന്നു. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് തഗ് ലൈഫ്. നമ്മൾ ഉലകനായന്റെ മൂവിയാണ്. ഡയറക്ട് ചെയ്തിരിക്കുന്ന മണിരത്നമാണ്. ഇതിന്റെ ഒരു ഒഫീഷ്യൽ ഡേറ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ലെങ്കിലും ഈ വർഷം തന്നെയാണ് ഈ മൂവി റിലീസ് ആവുന്നത്. ഇതിന്റെ ഒഫീഷ്യലി ട്രെയിലറും കാര്യങ്ങളൊന്നും റിലീസ്
ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ടീസർ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉള്ള. അതിന്റെയൊക്കെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു മേക്കിംഗ് ആൻഡ് പ്രസന്റേഷൻ എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. ഓൾറെഡി അറിയാം മണിരത്നം ആൻഡ് ഉലകനായകൻ കോംബോ നായകൻ, അവർ വീണ്ടും ഒന്നിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ വേറെ ലെവൽ ഓഫ് എക്സ്പെക്ടേഷൻ ഒക്കെ ഉള്ള ഒരു മൂവിയാണ്. ആൻഡ് ഈ ഒരു മൂവി ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു വലിയ കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ ഉള്ള ഒരു മൂവി തന്നെയാണ്. നമ്മുടെ DQ ഉണ്ടായിരുന്നു, ഇപ്പൊ മാറി എന്നൊക്കെ പറയുന്നുണ്ട്, അറിയത്തില്ല. ആൻഡ് ജെയിം രവി ഉണ്ട്, STR ഉണ്ട്. സോ അങ്ങനത്തെ ഒരു വലിയ കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ ഉള്ള ഒരു മൂവിയും കൂടിയാണ്. സോ എന്തായാലും ഈ ഒരു വർഷം തന്നെ നമുക്ക് ഈ ഒരു മൂവി കാണാൻ സാധിക്കും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് വിടുതലെ പാർട്ട് 2, നമ്മുടെ വിജയ് സേതുപതിയുടെ മൂവിയാണ്. ആൻഡ് സൂര്യ ഉണ്ട്, ആൻഡ് ഡയറക്ട് ചെയ്തിരിക്കുന്ന വെട്രിമാരനാണ്. ഈ ഒരു മൂവിക്ക് ഫസ്റ്റ് പാർട്ടിനെക്കാളും കുറച്ചും കൂടി എന്താ പറയുക എക്സൈറ്റ്മെന്റ് ഉണ്ട്, കാരണം വിജയ് സേതുപതിയുടെ ഒരു മൂവിയും കൂടിയാണ്. ഇപ്പൊ മഹാരാജ തന്നെ നോക്കുവാണെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ഒരു ഇന്ത്യൻ മൂവിയാണ്. ആൻഡ് തമിഴിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ് ഈ വർഷത്തെ. സോ അങ്ങനത്തെ ഒരു ആക്ടറിന്റെ ഒരു മൂവി എന്ന് പറയുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ചെറുതൊന്നുമല്ല. ആൻഡ് പാർട്ട് 1 തന്നെ ഒരു വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് എന്ന മൂവിയും കൂടിയാണ്. സോ എന്തായാലും ഈ ഒരു വർഷം ഒക്ടോബർ നവംബറിലാണ് ഈ ഒരു മൂവി റിലീസ് ആവുന്നത്. ഓൾറെഡി ഷൂട്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. സോ എന്തായാലും ഉടനെ തന്നെ മൂവി റിലീസ് ആവുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് നമ്മുടെ കാർത്തിയുടെ ഒരു മൂവിയാണ് വാവാധികാരി എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു മൂവിയുടെ ഒഫീഷ്യൽ ടീസറും കാര്യങ്ങളും റിലീസ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു മൂവി ഡയറക്ട് ചെയ്ത് നമ്മുടെ സൂതുകാവിന്റെ ഡയറക്ടറാണ്. സോ അതുകൊണ്ട് ഒരു പ്രോമിസിംഗ് പ്രോജക്റ്റ് ആയിരിക്കും, കാരണം ഒരുപാട് എക്സൈറ്റ്മെന്റ് ആണ്, കാരണം പുള്ളിക്കാരുടെ ഒരു മൂവിയും കൂടിയാണ്. ആൻഡ് ഒരു ആക്ഷൻ കോമഡി പാറ്റേണിൽ വരുന്ന ഒരു മൂവിയും കൂടിയാണ് കാർത്തിയുടെ. സോ എന്തായാലും ആ ഒരു മൂവി ഈ ഒരു വർഷം തന്നെ ഉണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ശിവകാർത്തികിന്റെ അമരൻ, ഒരു ട്രെയിലറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു മിലിറ്ററി ബേസ്ഡ് മൂവിയാണ്. ആൻഡ് ഈ ഒരു മൂവി എന്ന് പറയുന്ന ഒരു ബയോപിക് ആണ്. മേജർ മുകുന്ദ് വരദരാജൻ എന്ന ഓഫീസറിന്റെ ലൈഫ് സ്റ്റോറിയാണ് ഈ ഒരു മൂവി സംസാരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്യുന്ന കമലഹാസനാണ്. ആൻഡ് ഈ ഒരു മൂവി ക്ലാഷ് റിലീസ് എന്നാണ് പറയുന്നത്. ദീപാവലി ടൈമിലൊക്കെയാണ് റിലീസ്, കൺഫേം ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് നമ്മുടെ പ്രേമലു പോലെ ഒരു ഫുള്ളി റോം കോം ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഈ മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്നത് ധനുഷാണ്. നിലവുക്ക് എന്മേൽ എന്നടി കോപം. ആൻഡ് ഈ ഒരു മൂവിയുടെ ലീഡ് ചെയ്യുന്ന നമ്മുടെ മലയാളികളായിട്ടുള്ള മാത്യു തോമസും പ്രിയ വാര്യറുമാണ്. ആൻഡ് ഈ ഒരു മൂവി ഡിസംബർ 21 റിലീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞ ഇത്രയും മൂവീസ് മാത്രമല്ല, തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരുപാട് മൂവീസ് വരുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ ആ ഒരു ഫാൻ ബേസ് അല്ലെങ്കിൽ പാൻ ഇന്ത്യ റിലീസ് ആയിട്ട് വരുന്ന ഒരു വലിയ ഹൈപ്പുള്ള മൂവീസ് ആണ് ഇതൊക്കെ. ആൻഡ് ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് അവൈറ്റ് ചെയ്യുന്ന മൂവി ഏതാണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.